പുതിയ കുപ്പായ കിട്ടും. പുതിയ കുപ്പായൊക്കെ വാങ്ങിച്ചോ? ആ നമ്മളെല്ലാ ആഴ്ചയും പോയി വാങ്ങണമല്ലോ ഇതിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എടുക്കും. ഇതിന് വേണ്ടിയിട്ട് എടുത്തില്ല. അല്ല, പിറകിൽ ഒരു വിഷുവിന്റെ എന്തെങ്കിലും സിമ്പിൾ വെച്ചിട്ടുണ്ടാവും. എന്തൊരു ഒരു തെളിച്ചം കാണുന്നു. ആണോ? ഓ അതങ്ങനെ തോന്നുന്നുണ്ടോ? ഇനി പറയാൻ പറ്റില്ല കേട്ടോ. ശ്രീകൃഷ്ണൻ്റെ ആ ഒരു പ്രത്യേകപരം ഈ ഒരു കാര്യം ചോദിച്ചു, ശ്രീകൃഷ്ണനും വിഷുവും തമ്മിൽ എന്താ ബന്ധം? പല ആളുകളും ചോദിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണനും വിഷുവും തമ്മിൽ എന്താ ബന്ധം? സംതിങ് എനിക്ക് തോന്നുന്നു എന്തോ ഒരു മഹാവിഷ്ണുവായിട്ട് റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. ആ കൊള്ളാം. നല്ല അസൽ ഹിന്ദു അല്ലേ? ഹിന്ദുവാണ്. എന്നിട്ട് ഈ കഥയൊന്നും അറിയില്ല. നമ്മൾക്ക് ഈ കഥകളൊക്കെ കേട്ടിട്ടാണോ ഒരു ഹിന്ദു? അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വിഷുവൊക്കെ ആഘോഷിക്കുമ്പോൾ കണിയൊക്കെ വെക്കില്ലേ? അതെ. അപ്പോൾ അത് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് വെക്കുന്നത്, അതോ എല്ലാവരും വെക്കുന്നു നമ്മൾ വെക്കുന്നു അങ്ങനെയാണോ? അങ്ങനെയല്ല. ഒരു സത്യം പറഞ്ഞാല് ഫോർ മീ എനിക്കിത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കണി ഒരുക്കുക, കണി വെക്കുക. ആ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. സത്യം പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവൊന്നും ഇപ്പോഴത്തെ ഹിന്ദു സമൂഹത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പൊ എന്റെ പാരന്റ്സ് ആണെങ്കിലും പോലും ഇങ്ങനത്തെ അതിഹൈതീഹ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. ഇല്ല, നമ്മൾ ടി വിയിൽ കാണുന്ന അറിവുകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വിഷു, അപ്പോൾ അതിന്റെ ഒരു വിഷ്വൽ ഒരു എന്താ പറയാ ആ ഒരു എഫക്റ്റ് ആണ് നിങ്ങൾ ഇതിൽ, അല്ലെങ്കിൽ ആംബിയൻസ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ സന്തോഷം തരുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ ശ്രീകൃഷ്ണനെ തൊഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, സ്പിരിച്വൽ ഒരു അവേക്കനിങ്, അങ്ങനത്തെ ഒരു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നത്. പിന്നെ നമ്മളൊരു വെയിറ്റ് ചെയ്യുള്ളൂ അടുത്ത വിഷുവിന് എന്ന് പറഞ്ഞിട്ട് ഒരു വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു അതൊരു സന്തോഷമാണല്ലോ. അത് ഇതിൽ ഒരുപാട് ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് ആരും ആഘോഷിക്കുന്നുണ്ടോ അങ്ങനെ പുതിയൊരു വീഡിയോ വെച്ചാൽ അങ്ങനെയൊക്കെ ആ വീട്ടിലൊരു കണി ഒരുക്കുക എന്നൊക്കെ അതിൽ ഫോട്ടോ എടുത്ത് പിന്നെ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യുക, അതിനൊക്കെ ഒരു സന്തോഷം. അതാണ് മെയിൻ ആയിട്ട്. ആസ് എ ഹിന്ദു സത്യം പറഞ്ഞാൽ കൾച്ചറൽ എലമെന്റ് ആണ് നിങ്ങൾക്ക് താല്പര്യം. തീർച്ചയായും അതൊരു കൾച്ചറൽ എലമെന്റ് ആണ്. പിന്നെ നമ്മുടെ നമ്മൾ ഫോളോ ചെയ്തൊരു സംസ്കാരം, ആ ഒരു ഇത്, പിന്നെ വിശ്വസ് കൈമാറുന്നത്, അതൊക്കെ സന്തോഷമില്ലേ? അതാണ് ശരിക്കും ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നുമായിട്ട് കണക്ട്. പിന്നെ ശ്രീകൃഷ്ണൻ ഉണ്ടോന്ന് പോലും നമുക്ക് എന്താ പറയാ, സംഖ്യകൾ കേൾക്കണ്ട ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തോ സംഖ്യകൾ കേൾക്കണ്ട, ശ്രീകൃഷ്ണൻ ഉണ്ടോ എന്ന് സംശയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ സംഖ്യകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവർക്കും അറിയില്ല. അല്ല, ശ്രീകൃഷ്ണൻ ഈ ഒരു ഐതിഹ്യത്തിൽ ഉണ്ടോ എന്നുള്ളതല്ല. ഇപ്പൊ നമ്മളൊരു കണിവെള്ളരി ഇതാക്കിയാൽ പോലും നമുക്ക് അതൊരു ഹാപ്പിനെസ് ആണ്. ഈ കണിവെള്ളരി സന്ധ്യ എന്താ ചെയ്യാ? ഇത് രാവിലെ വെച്ചിട്ട് അത് വാടിപ്പോലെ? അല്ലല്ല, ഇത് എന്റെ വീട്ടിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത് വീടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറ് വെച്ചിട്ട് നമ്മൾ കെട്ടി തൂക്കി വെക്കും. എന്നിട്ട് എനിക്ക് തോന്നുന്നത് വിത്തായിട്ട് പിന്നെ അത് ഉണ്ടാക്കുമൊക്കെയാണ്. പക്ഷെ അത് നമ്മൾ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇതൊരു കാർഷിക വൃത്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. കണക്ട് ചെയ്തിട്ട് അതെ അതാണ് എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു ഐശ്വര്യം. അടുത്ത വർഷവും ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു ചെറിയൊരു ഉണങ്ങിയ തക്കാളി ആണെങ്കിൽ പോലും നമ്മൾ അത് കൊണ്ടുവയ്ക്കും. ചക്ക, പപ്പായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈനീട്ടം കിട്ടിയോ? ഞാനിവിടെ കൈനീട്ടം കിട്ടി, ചെറുതായിട്ട് കിട്ടി. അപ്പൊ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞാൻ എന്താ പറയാ കൈനീട്ടം കൊടുക്കാനാണ് കൊടുക്കും.